ഇടുക്കി ജില്ലയിൽ മഴയുടെ ശക്തിയിൽ നേരിയ കുറവുണ്ടായിട്ടുണ്ടെങ്കിലും അണക്കെട്ടുകളിലേക്കുള്ള നീരൊഴുക്ക് ശക്തമായി തുടരുന്നതിനാൽ അതീവ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുകയാണ്. ജില്ലയിലെ പ്രധാന അണക്കെട്ടുകളിലെ ജലനിരപ്പ് ഉയരുന്ന പശ്ചാത്തലത്തിൽ ഇതിനോടകം തന്നെ 4 അണക്കെട്ടുകൾ തുറന്നിട്ടുണ്ട്. കല്ലാർകുട്ടി, കല്ലാർ, പാമ്പ്ള, പലങ്കര എന്നീ 4 അണക്കെട്ടുകളാണ് നിലവിൽ തുറന്നിരിക്കുന്നത്. ഈ ഡാമുകളുടെ ഷട്ടറുകൾ ഉയർത്തി ജലം സുരക്ഷിതമായി ഒഴുക്കിവിടുകയാണ്. ജില്ലയിൽ മഴയുടെ ശക്തിയിൽ കാര്യമായ കുറവാണ് ഇപ്പോൾ അനുഭവപ്പെടുന്നത്. എങ്കിലും ഇടവിട്ട് പെയ്യുന്ന മഴയും മലയോര മേഖലകളിൽ നിന്നുള്ള ശക്തമായ നീരൊഴുക്കും ആശങ്ക പരത്തുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് അധികൃതർ മുൻകരുതൽ നടപടിയുടെ ഭാഗമായി അണക്കെട്ടുകൾ തുറന്നത്. ഇടുക്കി ജലസംഭരണിയിൽ ജലനിരപ്പ് അതിവേഗം ഉയരുകയാണ്. ഇന്നലെ ഒറ്റ ദിവസം കൊണ്ട് മാത്രം ഇടുക്കി ഡാമിലെ ജലനിരപ്പ് ഉയർന്നത് 9 അടിയാണ്. നിലവിൽ ഇടുക്കി അണക്കെട്ടിലെ ജലനിരപ്പ് 2339.62 അടിക്ക് മുകളിലാണ്. താരതമ്യം ചെയ്യുമ്പോൾ കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് ഇത് 2376.20 അടിയായിരുന്നു. അതേസമയം മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് താരതമ്യേന ആശങ്കയൊഴിഞ്ഞ നിലയിലാണ്. നിലവിൽ മുല്ലപ്പെരിയാറിലെ ജലനിരപ്പ് 116.7 അടി മാത്രമാണ്. കനത്ത മഴയെ തുടർന്ന് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ വ്യാപകമായ നാശനഷ്ടങ്ങളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഇടുക്കിയിൽ ഇന്നലെ മാത്രം ശക്തമായ കാറ്റിലും മഴയിലും പെട്ട 14 വീടുകൾ പൂർണ്ണമായോ ഭാഗികമായോ തകർന്നു. പലയിടങ്ങളിലും ശക്തമായ കാറ്റ് വീശിയടിച്ചത് മരങ്ങൾ കടപുഴകി വീഴുന്നതിന് കാരണമായി. ദുരന്ത സാധ്യത കണക്കിലെടുത്ത് ആളുകളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. നിലവിൽ ജില്ലയിലെ 7 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 101 പേരാണ് കഴിയുന്നത്. സർക്കാർ ഇവർക്ക് വേണ്ടുന്ന അടിസ്ഥാന സൗകര്യങ്ങളും ഭക്ഷണവും ഉറപ്പാക്കുന്നുണ്ട്. കുമളി പൂപ്പാറ സംസ്ഥാന പാതയിൽ പുളിയൻമലയ്ക്ക് സമീപം റോഡിലേക്ക് വീണ വൻമരം മുറിച്ചു നീക്കുന്ന പണികൾ ഇപ്പോൾ അവസാന ഘട്ടത്തിലാണ്. ഗതാഗത തടസ്സം പൂർണ്ണമായി ഒഴിവാക്കുവാനുള്ള തീവ്ര ശ്രമത്തിലാണ് തൊഴിലാളികളും അഗ്നിശമന സേനയും. മലയോര മേഖലകളിൽ മണ്ണിടിച്ചിൽ ഭീഷണി നിലനിൽക്കുന്നതിനാൽ ഇടുക്കിയിൽ രാത്രികാല യാത്രാ നിരോധനം കർശനമായി തുടരുകയാണ്. കൂടാതെ വിനോദസഞ്ചാരികളുടെ സുരക്ഷ മുൻനിർത്തി ജില്ലയിലെ പ്രധാന ടൂറിസം കേന്ദ്രങ്ങളിലേക്ക് കർശന പ്രവേശന വിലക്ക് ഏർപ്പെടുത്തിയിട്ടുമുണ്ട്. ആരും അത്യാവശ്യത്തിനല്ലാതെ മലയോര യാത്രകൾ നടത്തരുതെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകുന്നു. കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായി സംസ്ഥാനത്ത് പെയ്തിറങ്ങുന്ന അതിശക്തമായ മഴ ജനജീവിതത്തെ പൂർണ്ണമായും സ്തംഭിപ്പിച്ചിരിക്കുകയാണ്. മലയോര മേഖലകളിലും തീരപ്രദേശങ്ങളിലും ഒരുപോലെ പ്രകൃതിയുടെ കലി തുടരുകയാണ്. കേരളത്തിന്റെ പല ഭാഗങ്ങളിലും ഉരുൾപൊട്ടലുകളും മിന്നൽ പ്രളയങ്ങളും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. സംസ്ഥാന സർക്കാർ സംവിധാനങ്ങളും ദുരന്ത നിവാരണ സേനകളും അതീവ ജാഗ്രതയിലാണ്. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ അടിയന്തര അവലോകന യോഗങ്ങൾ ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തി വരുന്നു. ദുരിതബാധിത പ്രദേശങ്ങളിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. സംസ്ഥാനത്ത് മഴയുടെ ശക്തി ചിലയിടങ്ങളിൽ ചെറുതായി കുറഞ്ഞുവെന്ന് തോന്നാമെങ്കിലും ഡാമുകളിലേക്കുള്ള നീരൊഴുക്ക് ചരിത്രപരമായ നിരക്കിലാണ് ഉയരുന്നത്. അതുകൊണ്ട് തന്നെ അണക്കെട്ടുകളുടെ സുരക്ഷ മുൻനിർത്തി കർശനമായ മുന്നറിയിപ്പുകളാണ് അധികൃതർ നൽകിയിട്ടുള്ളത്. ജലനിരപ്പ് അപകടകരമാം വിധം ഉയർന്നതിനെ തുടർന്ന് ഇടുക്കി ജില്ലയിലെ പ്രധാനപ്പെട്ട 4 അണക്കെട്ടുകളാണ് ഇതിനോടകം തുറന്നുവിട്ടിരിക്കുന്നത്. ഡാമുകളുടെ താഴെത്തട്ടിൽ താമസിക്കുന്ന ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഇടുക്കി റിസർവോയറിലെ ജലനിരപ്പ് കുതിച്ചുയരുന്നു. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ കമാന അണക്കെട്ടുകളിലൊന്നായ ഇടുക്കി അണക്കെട്ടിൽ ജലനിരപ്പ് അതിവേഗമാണ് ഉയരുന്നത്. മുല്ലപ്പെരിയാറിലെ ജലനിരപ്പ് 116.7 അടിയായി തുടരുന്നു. എങ്കിലും പെരിയാർ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. കനത്ത മഴയും കാറ്റും കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ വലിയ രീതിയിലുള്ള ജീവഹാനിക്കും ഭൗതിക നാശത്തിനും കാരണമായിട്ടുണ്ട്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി മഴക്കെടുതികളിൽ ഇതുവരെ വിലപ്പെട്ട ജീവനുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇടുക്കി തൊടുപുഴ കുടയത്തൂരിൽ ഉണ്ടായ വലിയ ഉരുൾപൊട്ടലിൽ വീട് തകർന്ന സ്ത്രീ മരണപ്പെടുകയുണ്ടായി. വാഗമൺ കോലാഹലമേട്ടിലും സമാനമായ രീതിയിൽ ദുരന്തങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. കോട്ടയത്തും മലപ്പുറത്തുമായി കുട്ടികളടക്കം നിരവധി പേർ വെള്ളക്കെട്ടിലും തോടുകളിലും വീണ് ദാരുണമായി മരണപ്പെട്ടു. സംസ്ഥാനത്താകെ മഴക്കെടുതികളിൽ 8ഓളം പേർ മരണപ്പെട്ടതായി ഔദ്യോഗിക കണക്കുകൾ സൂചിപ്പിക്കുന്നു. ഇടുക്കി ജില്ലയിൽ മാത്രം ഇന്നലെ ശക്തമായ കാറ്റിലും മഴയിലും പെട്ട 14 വീടുകൾ പൂർണ്ണമായോ ഭാഗികമായോ തകർന്നു വീണു. സംസ്ഥാനത്താകെ 100-ലധികം വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ആളുകളെ സുരക്ഷിതരായി മാറ്റിപ്പാർപ്പിക്കുന്നതിനായി സർക്കാർ വലിയ തോതിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട്. ഇടുക്കി ജില്ലയിൽ മാത്രം 7 ക്യാമ്പുകളിലായി 100-ലധികം ആളുകൾ കഴിയുന്നുണ്ട്. സംസ്ഥാനത്തൊട്ടാകെ 65-ലധികം ക്യാമ്പുകളിലായി 1000-ലധികം ആളുകളെയാണ് മാറ്റിപ്പാർപ്പിച്ചിരിക്കുന്നത്. മലയോര മേഖലകളിൽ നിരന്തരമുണ്ടാകുന്ന മണ്ണിടിച്ചിലും മരങ്ങൾ കടപുഴകി വീഴുന്നതും ഗതാഗതത്തെ താറുമാറാക്കിയിട്ടുണ്ട്. മലയോര മേഖലകളിൽ ഇനിയും മണ്ണിടിച്ചിലിന് സാധ്യതയുണ്ടെന്ന ജിയോളജിക്കൽ സർവേയുടെ മുന്നറിയിപ്പിനെ തുടർന്ന് ഇടുക്കി ജില്ലയിൽ രാത്രികാല യാത്രാ നിരോധനം കർശനമായി തുടരുകയാണ്. വിനോദസഞ്ചാരികളുടെ സുരക്ഷ മുൻനിർത്തി ജില്ലയിലെ പ്രധാന ടൂറിസം കേന്ദ്രങ്ങളിലേക്കും ഡെസ്റ്റിനേഷനുകളിലേക്കും യാതൊരുവിധ പ്രവേശനവും അനുവദിക്കുന്നതല്ല. അത്യാവശ്യ കാര്യങ്ങൾക്കല്ലാതെ ആരും മലയോര യാത്രകൾ ചെയ്യരുതെന്ന് ജില്ലാ കളക്ടർ കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേരള തീരത്ത് ശക്തമായ കാറ്റിനും ഉയർന്ന തിരമാലകൾക്കും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് കർശന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുള്ള തീരദേശങ്ങളിൽ നിന്ന് ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ കാലാവസ്ഥാ വകുപ്പ് റെഡ്, ഓറഞ്ച് അലർട്ടുകൾ പ്രഖ്യാപിച്ചു. മലയോര മേഖലകളിലും നദീതീരങ്ങളിലും താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശങ്ങൾ അക്ഷരം പ്രതി പാലിക്കണം. എമർജൻസി ഓപ്പറേഷൻ സെന്ററുകൾ 24 മണിക്കൂറും പ്രവർത്തിക്കുന്നുണ്ട്. ഇടുക്കി ജില്ലയിൽ മഴയുടെ കാഠിന്യം കുറഞ്ഞെങ്കിലും ഡാമുകളിലെ ജലനിരപ്പ് ഉയരുന്നതും മലയോര മേഖലകളിലെ മണ്ണിടിച്ചിൽ ഭീഷണിയും ഒട്ടനവധി ആശങ്കകളാണ് സൃഷ്ടിക്കുന്നത്.